ഞാനടക്കമുള്ള കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ അവരുടെ മാന്യമായി തൊഴിൽ ജീവിക്കാനുള്ള അവസരത്തെ ഇല്ലാതാക്കിയെന്ന് അവർ എണ്ണി പറയുന്ന ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ, അല്ലെങ്കിൽ പിന്നെ എന്ത് നിയമവാഴ്ച? ഈ സ്ത്രീ പീഡകരെയും കുറ്റാരോപിതരെയും നിരനിരയായിട്ടൊന്ന് സംരക്ഷിക്കുവാൻ മന്ത്രിമാരടക്കം ഔത്സുക്യം കാട്ടുമ്പോ, മിന്നും താരങ്ങൾ പുറത്തു പോലും വരാതെ ഒളിഞ്ഞിരിക്കുമ്പോ ഇവരൊക്കെ ആരെ രക്ഷപ്പെടുന്നത്? എന്ത് സന്ദേശമാ പുതിയ സമൂഹത്തിന് കൊടുക്കുന്നത്? ഇന്നത്തെ മലയാളി പെൺകുട്ടികൾ, രാജ്യമെമ്പാടും ലോകമെമ്പാടുമുള്ള പെൺകുട്ടികൾ നിർഭയരായി വ്യത്യസ്ത തൊഴിലിടങ്ങളിലേക്ക് തങ്ങളുടെ പ്രതിഭയുടെ പിൻബലവുമായി മുന്നോട്ട് വരുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് സന്ദേശമായി ഇവർ കൊടുക്കുന്നത്? അത് തന്നെയാണ് ബിന്ദുകൃഷ്ണൻ. നമുക്ക് അവരുടെ പോസ്റ്റ് 2018 ഒക്ടോബർ 9 അവരുടെ പോസ്റ്റ്, അതായത് ഈ കോടീശ്വരൻ എന്ന് പറയുന്ന ഷോയുടെ സമയത്ത് തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. നിരവധി തവണ മുകേഷ് തന്നെ റൂമിലേക്ക് വിളിപ്പിച്ചു. അന്ന് ഡെറിക് ഒബ്രിയാൻ, നമ്മുടെ MP ആയിരുന്ന ഡെറിക് ഒബ്രിയാൻ ഇടപെട്ടത് കൊണ്ടാണ് തനിക്ക് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോരാൻ കഴിഞ്ഞത് എന്നുകൂടിയാണ് അവരന്ന് കുറിച്ചിരുന്നത്. ഇത്ര വർഷമായെന്നേ, എന്നിട്ടും ഇവരെ ഈ ആരോപണ വിധേയനായ ആൾ, അദ്ദേഹം ഇപ്പോൾ പറയുന്നത് തനിക്കെതിരെ തെളിവില്ല, ആ ആരോപണങ്ങളെല്ലാം തന്നെ അന്ന് തന്നെ തള്ളിപ്പോയതാണ്, അതിലൊരു പരാതി പോലുമില്ല എന്നാണ്. അപ്പോൾ ഈ പരാതി എന്നതിൽ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് ഇപ്പോഴും. പരാതി കൊടുക്കാൻ ഏത് സാഹചര്യമാണ്? ഭീഷണിയും പ്രലോഭനവും ഭയപ്പെടുത്തലും ഒക്കെ കൂടി ചേർന്ന് ഇരകളെ നിശബ്ദരാക്കുന്ന കുൽസിത ശ്രമങ്ങളല്ലേ നടക്കുന്നത്? അതുകൊണ്ടായിരിക്കുമല്ലോ പരാതിപ്പെടാത്ത. ഇനിയിപ്പോ പരാതിപ്പെട്ട് വരുന്നത്. പക്ഷേ പ്രിയപ്പെട്ട, ഞാൻ ഒരു കാര്യം ഈ സന്ദർഭത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന പശ്ചാത്തലത്തിൽ കുറെ യുവതികൾക്കെങ്കിലും നിർഭയരായിട്ട് വന്ന് പറയുവാൻ, ഞങ്ങളോടൊപ്പം പൊതുസമൂഹമുണ്ട്, പ്രതിപക്ഷമുണ്ട്, മാധ്യമങ്ങളുണ്ട്, മാന്യതയുള്ള മുഴുവൻ അല്ലെ മനസാക്ഷിയുള്ള മലയാളികൾ ഉണ്ട് എന്ന ചിന്തയിൽ കുറേയധികം പേരെങ്കിലും മുന്നോട്ട് വരുന്നു. ഇനി ബാക്കിയുള്ളവർ കൂടി മുന്നോട്ട് വന്ന് അവർക്കുണ്ടായ അനുഭവം സത്യസന്ധമായി പറഞ്ഞാൽ തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു നടപടികൾ ഉണ്ടാകും. ഈ വിഗ്രഹങ്ങൾക്കൊന്നും അധിക കാലം ഇത് ക്രിമിനൽ കുറ്റങ്ങൾ ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. നമ്മൾ പറയാറുണ്ടല്ലോ, ഏത് ഹീനമായ കുറ്റകൃത്യത്തിലാണെങ്കിലും എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിക്കപ്പെടാറുണ്ട്. അതിൽ ആ ചെറിയൊരു പോയിന്റിലൂടെ ആയിരിക്കാം ഇത്തരം കേസുകൾ, തെളിവുകൾ പുറത്താക്കപ്പെടുന്നത്. അതനുസരിച്ച് കുറ്റവാളികൾ ശിക്ഷിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. ശ്രീമതി ബിന്ദുകൃഷ്ണ, നമുക്കറിയാം ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണം, ബംഗാളി നടി ശ്രീലേഖ മിത്ര, അവർ വളരെ വിശദമായി തന്നെ തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറയുകയുണ്ടായി. എന്നാൽ മന്ത്രി സജി ചെറിയാൻ തന്നെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ്. ഒടുവിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദത്തെ തുടർന്ന്, അല്ലെങ്കിൽ അദ്ദേഹം കടുംപിടുത്തം പിടിച്ചതുകൊണ്ടാണ് ഇപ്പോൾ രഞ്ജിത്തിന്റെ രാജി ഉണ്ടായിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നതും. അപ്പോൾ ഈ മുകേഷിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാമോ? പ്രത്യേകിച്ച് അദ്ദേഹം ഭരിക്കുന്ന സർക്കാരിലെ ഒരു MLA ആണ്. ആ ആരോപണം വീണ്ടും ചർച്ചയാവുകയാണെന്നേ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇത്രയും കാലം പൂഴ്ത്തി വെച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നേരത്തെ തന്നെ നടപടികൾ ഉണ്ടാവേണ്ടതായിരുന്നു. അതെ, തീർച്ചയായും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെക്കാതിരുന്നുവെങ്കിൽ ശ്രീ മുകേഷ് ഇപ്പോൾ MLA ആയി ഇരിക്കില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിൽ കുറ്റവാളികൾക്ക് അല്ലെങ്കിൽ കുറ്റാരോപിതർക്ക് രക്ഷപ്പെടാനുള്ള സർവ്വ സൗകര്യവും ഒരുക്കി കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് ശ്രീ രഞ്ജിത്ത് രാജിവെച്ചത് എന്ന വാക്കോട് ഞാൻ യോജിക്കുന്നില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ സമ്മർദ്ദത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് രഞ്ജിത്ത് രാജിവെച്ചത്. അല്ല, മുഖ്യമന്ത്രിക്ക് ആ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ആരോപണം ഉണ്ടായപ്പോൾ തന്നെ രഞ്ജിത്ത് രാജിവെക്കുമായിരുന്നു. കാരണം നമ്മളടക്കമുള്ള പൊതുസമൂഹത്തിന്റെ നികുതി പണം കൊണ്ടാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇത്രയും നാൾ വാണരുളിയത്. കുട്ടികളെ ഉപദ്രവിച്ചിട്ട് അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ട് എന്തിനെ ഭയപ്പെടുന്നു? തെറ്റ് ചെയ്തില്ലെങ്കിൽ എന്തിനു ഭയപ്പെടുന്നു? അതാണ് നമ്മളൊക്കെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. സിനിമാ മേഖലയിൽ പാവപ്പെട്ട പെൺകുട്ടികളും യുവതികളും ആക്രമിക്കപ്പെടുമ്പോൾ അത് സ്ഥിരം ഒരു ഏർപ്പാടാക്കി മാറ്റിയ ചിലരുണ്ട് എന്ന് നിരവധി ഘട്ടങ്ങളിൽ പല ആരോപണങ്ങളും വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്ന് അന്വേഷിക്കാൻ പോലും, ആ ഇരകൾക്ക് ആ കാര്യമൊന്ന് പറയുവാൻ പോലും അവസരം കൊടുക്കാതെ ഇത്രയും കാലം പോയിരുന്നുവെങ്കിൽ ഇനി അതിനൊരു മാറ്റം ഉണ്ടായേ മതിയാകൂ. സ്ത്രീ എന്ന് പറയുന്നത് കേവലം ഒരു ശരീരമല്ല, മറിച്ച് വ്യക്തിയാണ്. അങ്ങനെ മറ്റുള്ളവർക്ക് ആർക്കെങ്കിലും ആക്രമിക്കാൻ, അതിന് എത്ര ഉന്നതരായാലും ഏത് ശ്രേണിയിൽപ്പെട്ട ആളായാലും ഉപദ്രവിക്കാനുള്ള സാഹചര്യമല്ല. അങ്ങനെ സ്വഭാവ വൈകല്യമുള്ളവരെ നിലയ്ക്ക് നിർത്തുവാൻ നിയമം ഈ രാജ്യത്ത് ശക്തമാണ്. പക്ഷെ ആ നിയമം നടപ്പിലാക്കേണ്ട ഏജൻസികൾ കൈമൂട്ടി കണ്ണും കെട്ടി ഇരുന്നത് കൊണ്ടാണ് ഇത്രയും കാലം കുറ്റാരോപിതർ ഈ സമൂഹത്തിൽ വിലസിയത്. അതിനി ഉണ്ടാകാൻ പാടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും ചർച്ചയായ പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും നിയമ നടപടികൾ കർശനമായി ഉണ്ടായേ മതിയാകൂ.